യെസ്. അപ്പോൾ സമയം ഇപ്പോൾ 2 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. സമയം പറയാൻ കാരണം ഞങ്ങൾക്ക് മോർണിംഗ് തങ്കമണി കാണാൻ ടിക്കറ്റ് കിട്ടിയില്ല. ടിക്കറ്റ് കിട്ടിയില്ല എന്നല്ല, ഇവിടെ ഒരു ഷോ മോഡ് ഉണ്ടായിരുന്നില്ല ബാംഗ്ലൂരിൽ. നമ്മുടെ അടുത്തുള്ള 3 തിയേറ്ററിൽ ഉണ്ടായിരുന്നു, പക്ഷെ ആ തിയേറ്റർ ഇത്തിരി ദൂരമായിരുന്നു, പ്ലസ് അത് സുഖമില്ലാത്ത തിയേറ്റർ ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ സിനിമകളൊക്കെ വരും നമ്മൾ ഇത്തിരി നല്ല തിയേറ്ററിലൊക്കെ കാണണ്ട, നല്ല സൗണ്ട് എഫക്ട്സ് ഉള്ളത്. അപ്പൊ ആ ചാൻസ് ഞങ്ങൾക്ക് തങ്കമണി സിനിമയ്ക്ക് കിട്ടിയില്ല. റിവ്യൂ ഇടാൻ ലേറ്റ് ആയി പോയത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഹാഫിന്റെ റിവ്യൂ തുടങ്ങാം. എന്നിട്ട് നിങ്ങളിത് ഫുൾ കാണണം കേട്ടോ. ഫുൾ കണ്ടാലേ നിങ്ങൾക്ക് ഇതിന്റെ ഡെപ്ത് അറിയാൻ പറ്റുള്ളൂ. സോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക. ഡെപ്ത് ഉള്ളൊരു മൂവിയാണ്. അതെ, നിങ്ങൾ ഡെപ്ത് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു മൂവിയാണത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് ഹാഫ് തന്നെ ഫസ്റ്റ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ബാക്കി എല്ലാ മൂവീസും മറ്റേ നന്ദി എഴുതി കാണിക്കുന്നത്, ഇത് ഒരൊറ്റ വാക്കിൽ എല്ലാവർക്കും നന്ദി. ഈ സിനിമയ്ക്ക് വേണ്ടി സഹകരിച്ച എല്ലാവർക്കും നന്ദി. അപ്പൊ സിനിമ കണ്ടതില് മറ്റേ കുഞ്ചാക്കോമനെ പടാൻ തോന്നുന്നുണ്ട്, അതിന് നമ്മള് ലാസ്റ്റ് കണ്ട മഞ്ഞുമൽ ബോയ്സ് ആണോ അതോ കൊറേ സ്ലൈഡ് നമ്മള് നന്ദി എന്താ കഴിയാത്ത ചോദിച്ചു. അപ്പൊ ഞാനത് വിചാരിച്ചു ഒറ്റ സ്ലൈഡ് വന്നിട്ട് ഇനി വരുമായിരിക്കും, പക്ഷെ അതല്ല, ഒറ്റ സ്ലൈഡ് പരിപാടി അവസാനിച്ചു. സ്റ്റോറി നമ്മള് പോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൂ ഇവന്റ് ആണ്. അപ്പോൾ ഇപ്പോൾ എന്താ പറയാ, നമുക്കിപ്പോൾ മഞ്ഞുൽ ബോയ്സ് ഒക്കെ കണ്ടപ്പോൾ ആ ഒരു ഹാങ് ഓവറിലാണ് നമ്മൾ ഇരിക്കണത്. ട്രൂ ഇവന്റുകളൊക്കെ കണ്ട് ഇപ്പൊ ഓർമ്മ വരുന്നത് മഞ്ഞുമൽ ബോയ്സ് ആണ്. അപ്പൊ നമ്മൾ ആ ഒരു എഫക്റ്റിൽ ഓക്കെ ട്രൂ ഇവന്റ് ആയിരിക്കും, അപ്പൊ നമ്മൾ അറിയാത്തൊരു സംഭവമാണ്, അപ്പൊ എങ്ങനെയായിരിക്കും, പ്രത്യേകിച്ച് കേരളത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനെ കുറിച്ച് കുറച്ചുകൂടി അറിയണം എന്നുള്ള എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ പോയത്. എന്തായാലും ഒരു ത്രെഡ് ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ത്രെഡ് മീൻസ് സ്റ്റോറിക്ക് ഒരു ത്രെഡ് ഉണ്ട്. സോ ഇനി അതിനെ അവരെങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നുള്ള ഒരു അവര് ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഓക്കെ, അവര് ചെയ്തു തന്നതിന്റെ ഫസ്റ്റ് തന്നെ പറഞ്ഞു ഞങ്ങൾ തങ്കമണി ഒരു റെഫറൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ, പിന്നെ ബാക്കിയൊക്കെ ആസ് യൂഷ്വൽ അതിനെ അവര് കുറെ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ആ സ്ലൈഡിൽ കുറെ എഴുതിയിട്ടുണ്ടായിരുന്നു. കാരണം സ്ലൈഡ് വലിയൊരു സ്ലൈഡ് ആയിരുന്നു, കുറെ ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ പോട്ടെ, അതൊക്കെ ആസ് യൂഷ്വൽ സിനിമയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. പിന്നെ സ്റ്റാർട്ടിങ്ങിന് എടുത്ത് പറയുന്നത് നായകൻ ദിലീപിൻ തന്നെയാണ്. അങ്ങൊരു നല്ലൊരു ഇൻട്രോ ആയിരുന്നു. നല്ലൊരു ഇൻട്രോ എന്ന് പറയണെങ്കിൽ ഒരു വയസ്സായ ഇൻട്രോ, വയസ്സായ വയസ്സിന്റെ ലൈക് പ്രസന്റ് അവര് കാണിച്ചു, പിന്നെ പാസ്റ്റിലേക്കുള്ള കഥയാണ്, പിന്നെ ത്രെഡ് അങ്ങനെയായിട്ട് പോകുന്നത്. പ്രസന്റിൽ അവൻ ചെയ്യുന്ന കാര്യങ്ങള്, പിന്നെ അത് എന്തുകൊണ്ട് അവൻ ചെയ്യുന്നു, പാസ്റ്റിലേക്ക് പോകുന്നു. ലൈക്ക് ഒരു റിവെഞ്ച് ടൈപ്പ് ഓഫ് പരിപാടീസ് ആണ് ഫസ്റ്റില് കാണിക്കുന്നത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ സ്ലൈഡിൽ ഇവര് തങ്കമണി മാത്രം റെഫറൻസ് എടുത്തുള്ളൂ. ഇപ്പൊ ഞാൻ ജസ്റ്റ് തങ്കമണി സ്റ്റോറി ജസ്റ്റ് ഒന്ന് വായിച്ചായിരുന്നു എവിടെയുണ്ട്. അപ്പോ അതില് അതും ഈ സിനിമ കമ്പയർ ചെയ്ത് നോക്കുമ്പോ ഇങ്ങനെ ഒരു ക്യാരക്ടർ ആ സിനിമ അവിടെ ഇല്ല. അപ്പൊ അപ്പോഴന്നെ മനസ്സിലായി ഇവര് എക്സ്ട്രാ ഫിറ്റിംഗ് കുറെ ആഡ് ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. എക്സ്ട്രാ ഫിറ്റിംഗ് അങ്ങനെ നമ്മള് മോശമായിട്ട് പറയുന്നില്ല, അത് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ആൾക്കാരൊന്ന് രസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. സിനിമ സ്റ്റോറി ടെല്ലിംഗ് ആണല്ലോ അത്. ഇൻട്രോ മീൻസ് ഒരു സ്റ്റാർട്ടിങ് 10-15 മിനിറ്റില് നമ്മുടെ ഹീറോയിന്റെ എൻട്രൻസ് ഉണ്ട്. എൻട്രൻസിൽ എനിക്ക് പറ്റിയൊരു ഡിഫക്റ്റ്, ഐ മീൻ എൻട്രൻസ് നന്നായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, തരക്കേടില്ല, നന്നായി ചെയ്തിട്ടുണ്ട്. അതിലൊരു ഇഷ്ടപ്പെടാത്ത കേസ് ദിലീപ് വെച്ച വിഗ്, അതായത് മുടിയും താടിയായിട്ട് ഒരു മാച്ചും എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ആ സമയത്ത്, കാരണം മുടി ഒരു സ്റ്റൈലും ഒരു കളറും ഒരു നരച്ചിട്ടുള്ള വേറെ വൈറ്റിന് ഷെയ്ഡും, താടി പക്ഷെ അത് ഇതായിട്ട് മാച്ച് ആണല്ലേ കളറ്. അതെനിക്ക് ത്രൂ ഔട്ട് സിനിമയിലും മേക്കപ്പ് അങ്ങോട്ട് നന്നായിട്ട് എനിക്ക് തോന്നില്ല. കാരണം കൊറേ ഇങ്ങനെ ആക്സിഡന്റ് സീന് ലൈക്ക് അങ്ങനത്തെ സീനിലൊക്കെ ബേസ് ചെയ്ത് കറക്റ്റ് അറിയാൻ പറ്റും നമുക്ക്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ കാണിച്ച ക്യാമറ കുറച്ച് വൈഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് അത്ര കാണില്ലായിരുന്നു എനിക്ക് തോന്നുന്നു. ക്ലോസപ്പിലാണ് നമ്മൾക്ക് ഇതിങ്ങനെയാണല്ലോ അങ്ങനെ മനസ്സിലാവണത്. അതും തിയേറ്ററിലായതുകൊണ്ടായിരിക്കും മേ ബി നമുക്ക് മനസ്സിലായത്. OTT ഒന്നും വന്നാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ലായിരിക്കും, നമ്മൾ ചെറിയ ടിവിയിലല്ലേ കാണുന്നത്. ആർട്ടും പിന്നെ എനിക്ക് തോന്നി മറ്റേ ഫൈറ്റിംഗ് ഒന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഫൈറ്റിംഗ് കേസ് പറഞ്ഞപ്പോഴാ എന്തോ ഡയറക്ടർ പറഞ്ഞിട്ടായിരിക്കും 3 പ്രാവശ്യം ഇടി വരുമ്പോനെ നോക്കിന്നോളാൻ. ഇപ്പൊ 2 ഇടി കഴിഞ്ഞു, ഇങ്ങനെയൊക്കെ എന്നിട്ട് ഇങ്ങനെ ഇടിക്കുന്ന ഷോട്ടായിരുന്നു. ഓക്കെ, ഞാൻ അത്ര ഡീറ്റെയിൽ പറയുന്നില്ല. അതില് 3ാമത്തെ ഇടിക്ക് വന്നില്ല വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ചാട്ടുണ്ട്. അത് ക്ലീൻ ആയിട്ട് ക്യാമറ പിക്ക് ചെയ്തിട്ടുണ്ട്.
അങ്ങനെ ചില ആൾക്കാര് എന്നിട്ട് സെറ്റില് ആൾക്കാര് വെയിറ്റ് ചെയ്ത് നിൽക്കുക, ഓക്കെ എന്റെ ഷോട്ട് അടുത്ത ഈ അതെന്താ നമുക്ക് അറിയോ, അതായത് നമ്മളിപ്പോ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള മൂവീസ് ഒക്കെ കണ്ട് കുറച്ച് അഡ്വാൻസ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യണ മൂവീസ് കണ്ടിട്ട് ഇത് പണ്ടത്തെ പോലത്തെ ഒരു മൂവി കാണുമ്പോ നമുക്ക് ഇപ്പൊ അത് ഇങ്ങോട്ട് ഡൈജസ്റ്റ് ആവാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇത് 2024 ഇറക്കേണ്ട മൂവി അല്ലാന്നൊരു ഫീൽ അടിച്ചു എനിക്ക് കണ്ടപ്പോ. ഇറക്കാം 2024 ഇറക്കാം, പക്ഷെ കുറച്ചും കൂടി ഒന്ന് ഇംപ്രൂവൈസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ ചെയ്ത സംഭവം അവരൊരു 5 വർഷം ഒരു 10 വർഷം മുന്നേ ഇറക്കുകയാണെങ്കിൽ ചിലപ്പോ നമുക്ക് ആ സമയത്ത് സൂപ്പർ ആയെന്ന് തോന്നും. പക്ഷെ ഇപ്പൊ ഈ 2024 അവരങ്ങനെ ഇറക്കിക്കോട്ടെ, പക്ഷെ ഞാൻ പറയുന്നത് കുറച്ചും കൂടി ടെക്നോളജീസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഇപ്പൊ ചെയ്ത സിറ്റുവേഷൻ അവര് 10 വർഷം മുന്നേ ഇറക്കുകയാണെങ്കിൽ നന്നായി തന്നെയാണ്. ഇപ്പൊ എല്ലാത്തിനും ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് റെഫറൻസ് പറയാൻ വിചാരിക്കരുത്. അവര് എത്ര ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ആ ഒരു എഫക്റ്റ് ആൾക്കാർക്ക് കൊടുത്തത്. ഗുണാക്കേവില് പോയിട്ടുള്ള ആ ഒരു ഷോട്ട് മാത്രമേ ആ മൂവിയിലുള്ളെന്ന് ചിദംബരം പറഞ്ഞത്. പക്ഷെ അവരതിനുള്ള സെറ്റ് ഇട്ടു അത്ര എഫേർട്ട് ഇട്ടിട്ടാണ് ആ മൂവി. അതുപോലെ എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടി കാരണം ആ സ്റ്റോറി നമുക്ക് അവരൊരു ത്രെഡായിട്ട് കാണിക്കുമ്പോ നല്ല എഫക്റ്റ് ഉള്ള ഒരു സംഭവമാണ് തങ്കമണിയിൽ ഉണ്ടായിരുന്ന ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. ഭയങ്കര വയലൻസും അത് ആക്ച്വലി ഫുൾ കേരള തന്നെ ഇമ്പാക്ട് ചെയ്ത ഒരു സ്റ്റോറിയാണ്. സോ അതിന് കുറച്ചും കൂടി എഫേർട്ട് ഇട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി എന്താ പറയാ ടെക്നോളജീസ് യൂസ് ചെയ്ത് അവരെന്നെ പറയുന്നുണ്ട് 4 ഫിലിം മേക്കേഴ്സ് എല്ലാവരും വന്നിട്ട് അല്ല 3 ടീം ഓൾറെഡി ഇവർ മുന്നേ വന്നു അത്രേ, ഇവർ 4ാമത്തെ ടീം വരുന്നത്. അതിൽ 4ാമത്തെ ടീമിനെ അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത്ര എഫേർട്ട് എടുക്കാൻ പറ്റിയ ആൾക്കാർക്കാണ് ഇങ്ങനത്തെ റിയൽ ലൈഫ് സ്റ്റോറീസ് ഒക്കെ ചെയ്യാൻ പറ്റുക. കാരണം അത്ര എഫേർട്ട് അത്രയും ഇൻവെസ്റ്റ് ചെയ്യണം, ടൈം എഫേർട്ടും എന്തായാലും അതിന് ഇൻവെസ്റ്റ് ചെയ്യണം. ആ കുറവ് ഞാൻ ഇതില് കണ്ടിട്ടുണ്ട്. നല്ലോണം. പിന്നെ പിന്നെ നമ്മള് ദിലീപിന്റെ കാര്യം പറഞ്ഞു. അങ്ങനെ പേഴ്സണലി ആക്ടിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓവറായിട്ട് അത് പുതിയതായിട്ട് ഇപ്പൊ നമ്മുടെ മമ്മൂക്കൊക്കെ ചെയ്യണ പോലെ പുതിയ ഒരു എക്സ്ട്രാഓർഡിനറി പെർഫോമൻസ് ആസ് യൂഷ്വൽ ചളിയില്ല. ഐ മീൻ കോമഡി ഭയങ്കര കുറവാണ്. ഒരു കോമഡി സീൻ ഉണ്ടായിരുന്നു, അത് ക്ലിക്ക് ആയി പറയാം. ഒരു ഫാമിലി ദിലീപിന്റെ വൈഫാണ്, ഐ മീൻ ക്യാരക്ടറുള്ള വൈഫാണ് കോമഡി അടിക്കുന്നത്. അത് മാച്ച് ആയി ക്ലിക്ക് ആയി, ഓഡിയൻസ് മൊത്തം ചിരിക്കണ്ടായിരുന്നു അതില്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ദിലീപിന്റെ ആക്ടിങ് മോശമില്ല, തരക്കേടില്ല. അതില് നമ്മളിപ്പോ കാസ്റ്റിംഗ് സെക്ഷനായിട്ട് എങ്ങനെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാസ്റ്റിങ്ങുകൾ എനിക്ക് ഇഷ്ടമായുള്ളൂ. പല മെയിൻ ത്രൂ ഔട്ട് മൂവിയിലുള്ള പല കാസ്റ്റും വൻ ഫ്ലോപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഫ്ലോപ്പിന് നമുക്ക് നല്ല ആൾക്കാർ ഫസ്റ്റ് പറയാം. ദിലീപിനെ ആക്ടിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു, നിനക്ക് ഓക്കെ തോന്നുന്നില്ലേ? ദിലീപ് എനിക്ക് പിന്നെ മനോജ് കെ ജയൻ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഒറിജിനാലിറ്റി ഉണ്ട്, അങ്ങനെ ആ ക്ലാസിക് സ്റ്റൈലിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ദിലീപിന്റെ ഫാമിലി, അതായത് അവന്റെ വൈഫ് പെങ്ങള് അമ്മയല്ല ആളുടെ റോള് നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് അവളുടെ ഫാമിലി ചെയ്തത്, അവളുടെ അമ്മ അത് നല്ല ക്യാരക്ടേഴ്സ് നല്ല ക്യാരക്ടേഴ്സ്. എനിക്ക് അസീസിനൊക്കെ നല്ല ഇഷ്ടമായി. അസീസിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരൊക്കെ നല്ല ഡീസന്റ് ചെയ്യുന്നുണ്ട്. അസീസ് സ്റ്റാർട്ടിങ് ഒരു സീൻ വന്നപ്പോ എനിക്ക് അത്ര ഡൈജസ്റ്റ് ആയില്ല, പക്ഷെ അത് അവര് പഴയ കാലത്തേക്ക് പോയപ്പോ എനിക്കത് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു റോള് ചെയ്യുന്നു അവന്. ഇപ്പൊ ഇങ്ങനെ റോള് കിട്ടാണ്ടിരിക്കുമ്പോ കിട്ടിയതില് നല്ലൊരു അല്ല റോള് കിട്ടാണ്ടെന്ന് പറഞ്ഞാൽ കണ്ണൂർ സ്ക്വാഡിലൊക്കെ അവൻ പടച്ച് ചെയ്തിട്ടുണ്ട്. അവന്റെ നല്ല റോളുകളാണ്. പിന്നെ പോലീസ് സൈഡ് പറയുന്നത് അല്ല പോലീസ് നല്ലൊരു ചെയ്തിട്ടുണ്ട്, അതാണ് ഞാൻ പറയുന്നത്. പോലീസിലെ മെയിൻ പോലീസുകാർ ചെയ്തതൊക്കെ നല്ല ക്യാരക്ടേഴ്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ജോൺ വിജയ് അങ്ങനെ യൂഷ്വൽ പോലീസ് വില്ലൻ തന്നെ, അത് ഇതിലും പോലീസ് വില്ലൻ തന്നെ, അതന്നെ സെയിം ഡയലോഗ് സെയിം സ്റ്റൈലും ഡയലോഗ് ഇൻ സെൻസ് ഡയലോഗ് ഡെലിവറി സ്റ്റൈലും ഒക്കെ അങ്ങനെയൊക്കെ സെയിം ഡിറ്റോ. അത് സമ്പത്റാം, മേജർ രവി ആസ് യൂഷ്വൽ സിദ്ദിഖ് എല്ലാരും മെയിൻ ആളായിട്ട് നിന്നിട്ട്. ഇല്ല മോശം പറയുന്നത് നമ്മുടെ പ്രണീത സുഭാഷ്, അത് മലയാളി അല്ല, അപ്പൊ അതിനൊരു ഡബിങ് ഇഷ്യൂ ഉണ്ട്. അർപ്പിത സംതിങ് ആയിരുന്നു അതിലത്തെ ക്യാരക്ടർ നെയിം. അങ്ങനെ വേറെ ആയിരിക്കും ആ റോള് വേറെ ആർക്കെങ്കിലും കൊടുക്കായിരുന്നു അവർക്ക്. അതെന്താ വെച്ചാലേ നമുക്ക് ആള് ത്രൂ ഔട്ട് ആ മൂവിയില് ഉള്ളൊരു ക്യാരക്ടറാ. പിന്നെ എനിക്ക് തോന്നിയത് ആളുടെ ഒരു ആ റോള് ചെയ്ത ആ വ്യക്തിയുടെ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ആള് വിചാരിച്ച ആളാണ് ഹീറോയിൻ.
എനിക്ക് അങ്ങനെ തോന്നി. ആക്ച്വലി അവള് പോലീസ് ഓഫീസറാണ്. പോലീസ് ഓഫീസറിന്റെ ആ ഒരു ഗാംഭീര്യം, അല്ലെങ്കിൽ നമ്മളൊരു മർഡറിന്റെ അടുത്ത് ചെല്ലുമ്പോ നമുക്ക് പേടിയല്ലല്ലോ വരിക. കാരണം നമ്മളിതുപോലെ കുറെ കണ്ടുണ്ടാവും. പോലീസ് ഓഫീസർ അങ്ങനെ കുറെ കണ്ടുണ്ടാവും. ആള് ഹീറോയിന്റെ പോലെ ഭയങ്കര എന്തോ പറയുന്നുണ്ട് ഇങ്ങനെ അടുത്ത് ഡയലോഗ്, ഇങ്ങനെ വിറച്ചിക്കണ പോലെ പോലീസ് സംസാരിക്കുമ്പോ. ഇത് കുറ്റവാളിന് മുന്നിലല്ലോ മേജർ രവി, അങ്ങനത്തെ മെയിൻ പോലീസ് ആള് ഇങ്ങനെ അടുത്ത് പറയുമ്പോ ഒരു നമുക്ക് ഇത് തെളിച്ച് തീരൂ അങ്ങനത്തെ ഒരു ആവേശം പറയുമ്പോ അവള് കമ്മീഷണറാ, എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻസ് വരുന്നോന്ന് എനിക്ക് മനസ്സിലായി. ഇനി ആള് ഇംപ്രൂവ് ചെയ്യാൻ വിചാരിച്ചതായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ ഡയറക്ടറിൽ പറഞ്ഞു കൊടുക്കണത് ഈ എക്സ്പ്രഷൻ അല്ല ഇവിടെ വരേണ്ടത്, വേറെ എക്സ്പ്രഷൻ ഇടൂ അങ്ങനെ പറയണ്ടേ. ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ എന്തോ ചിന്തിച്ചിരിക്കുക, അതായത് കണക്ട് ചെയ്യാൻ നോക്കുന്ന കുറെ പോയിന്റ്സ് അവിടെ ഇടൊക്കെ, പക്ഷെ അത് ഒന്നും വേണ്ട. തിയേറ്ററില് ഞങ്ങള് പോയ തിയേറ്ററില് ഓഡിയൻസ് നമ്മൾ മലയാളീസ് ആണല്ലോ, അപ്പോ അവരൊരു മെയിൻ ഒരു എഫക്ട് വന്ന സംഭവം, അതായത് പ്രതിനെ പിടിക്കുന്നു, പ്രതി ആളുടെ കഥകള് പറയുന്നു, കഥകള് പറഞ്ഞ് കമ്മീഷണറെ ഫേസിക്ക് ക്യാമറ തിരിവ് കമ്മീഷണർ കരയാറായി. അതായത് കമ്മീഷണർ ഓൾറെഡി ഇതിന്റെ കേസുകളൊക്കെ അറിഞ്ഞ് എല്ലാം പഠിച്ചിട്ടാണ് പ്രതിനെ പിടിച്ച് ഇരുത്തി. അപ്പൊ അവന്റെ കഥ ഓട്ടോമാറ്റിക്കലി ഒരു വിഷമം വരും. പക്ഷെ ഒരു പോലീസ് ഓഫീസർ അത് പുറത്തേക്ക് അവര് കുറച്ചും കൂടി പറയണ്ടേ, എനിക്ക് ഇനിയും കുറെ അറിയാനുണ്ട് അങ്ങനെ. ഇത്തിരി ദിലീപ് ഇത്തിരി സ്റ്റോറി പറഞ്ഞ കരയാറായി. അതിന് എല്ലാം അങ്ങനെ ചോദിക്കുന്ന എല്ലാം ചെയ്തു കൊടുക്കുന്നില്ല, കൊടുക്കുന്ന സീൻ ഉണ്ട്. ആ കൊടുത്തതിലാണ് പണി കിട്ടിയത്. സ്റ്റോറി പറയുന്നില്ല. അപ്പൊ കാസ്റ്റ് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇങ്ങോരായിരുന്നു. ഇങ്ങോരെ കാസ്റ്റ് വേറെ ആള് എടുക്കുകയാണെങ്കിൽ, കാരണം ആള് ത്രൂ ഔട്ട് മൂവിയിലുള്ള കാരണം മറ്റു ഇപ്പൊ 2-3 സീനില് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് ഓക്കെ ആയിരുന്നു. ആളുടെ എക്സ്പ്രഷൻ നമ്മൾ ശ്രദ്ധിക്കില്ല. അതെ, ത്രൂ ഔട്ട് മൂവിയിലുള്ള കാരണം നമുക്ക് ലാസ്റ്റ് സീൻ്റെ കാര്യം കണ്ണുപിടിച്ച് വരുത്ത ചുമ്മിങ്ങനെ റോബോട്ട് പോലെ നടന്നു വരുന്നയാള്. ഒരു ഇതില്ല, പോലീസിന്റെ ഒരു ഗെറ്റപ്പ് ഇല്ല. പോലീസ് റോൾ ആൾക്ക് എനിക്കാണ് ഹീറോയിന്റെ റോള് കൊടുത്ത പിന്നെയും അടിപൊളിയായിട്ട് കുറെ ഇമോഷൻസ് ഒക്കെ ഇട്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് അവർ രണ്ടുപേരുടെയും ഒരു കെമിസ്ട്രി അങ്ങോട്ട് വർക്ക് ആവാത്ത പോലെ എനിക്ക് തോന്നി ചില സീൻസില്. മൊത്തത്തോടെ ലിറ്ററലി പറയുകയാണെങ്കിൽ ദിലീപും വൈഫായിട്ടുള്ള കെമിസ്ട്രി. അതാണ് ഞാൻ പറഞ്ഞത്, ദിലീപ് വൈഫായിട്ടുള്ള പോലീസ് അല്ല, ലൈക്ക് അവരുടെ ദിലീപും അതായത് നിതാ പിള്ളെ അവിടെ. പക്ഷെ എനിക്ക് നിതാ പിള്ളേനെ സിംഗിൾ ആയിട്ട് എടുത്ത് നോക്കുമ്പോ അല്ലെങ്കിൽ ദിലീപിനെ ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്ത് നോക്കുമ്പോ നല്ല ഒരു ഇതായിട്ട് തോന്നി. പക്ഷെ രണ്ടുപേരുള്ള ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അങ്ങനത്തെ ഒരു വൈബ് അങ്ങോട്ട് ക്ലിക്ക് ആവാത്ത പോലെ തോന്നി. പിന്നെ അതില് നല്ല സീൻസ് വന്നേക്കണത് എനിക്ക് തോന്നുന്നു ഇന്റർവെല്ലിന് ശേഷം അതായത് പോലീസുകാർ വന്നിട്ട് ഇവരെ ടോർച്ചർ ചെയ്യുന്നതും ഈ നാടിനെ വന്നിട്ട് ഉപദ്രവിക്കുന്നതും. അതില് നാട്ടുകാരായിട്ട് അഭിനയിച്ച കുറെ ചെക്കന്മാരുണ്ടായിരുന്നു. എനിക്ക് അവന്മാരുടെ ആക്ടിങ് കുറച്ചും കൂടി നല്ല ഒറിജിനാലിറ്റി ആയിട്ട് തോന്നി. അവിടുത്തെ ശരിക്കും നാട്ടിൻപുറത്തെ ആൾക്കാർ വന്ന് റിയാക്ട് ചെയ്യണ അങ്ങനെ ഒരു ടീം ഉണ്ടായിരുന്നു കേട്ടോ. അവര് കുറച്ച് നല്ല ബോയ്സ് അങ്ങനെ തോന്നി. സോ ഓവറോൾ നമുക്ക് കഥയെ കുറിച്ച് ഇനി എടുത്തു പറയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയാന്നില്ല, ഇങ്ങനെ ഇതിപ്പോ തിയേറ്റർ വാച്ചാണോ നിങ്ങൾ ആരെങ്കിലും കമന്റ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളെ മെസ്സേജ് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡൈ ഹാർഡ് ഫാൻ ആണെങ്കിൽ ഓബിയസ്ലി നിങ്ങൾ പോയി കാണണം. ഫാൻ ആണല്ലോ. പിന്നെ വന്നിട്ട് കണ്ടാ മതിയോന്ന് ചോദിച്ചാൽ അതെ, OTT വന്ന് കണ്ടാലും മതി. അല്ല, ചിലവർക്ക് ഇപ്പൊ ഈ തങ്കമണിയുടെ കേസ് അറിയണം, അയ്യോ അതെങ്ങനെയായിരിക്കും അത് വന്നിണ്ടാവാന്ന് അങ്ങനെ അറിയണം അത്രയും ആഗ്രഹമുള്ളവര് പോയി കാണാം. കാരണം തിയേറ്ററിൽ കാണുമ്പോ കാരണം ഇടി വെടി സൗണ്ട് ഒക്കെ കുറച്ച് എഫക്റ്റിൽ നമുക്ക് കാണാൻ പറ്റും. അതല്ല, തങ്കമണി കേസ് അറിയാം. ഇനിയിപ്പോ മൂവി മസ്റ്റ് വാച്ച് മൂവിയാന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. ബട്ട് അപ്പൊ OTT നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനാണെങ്കിൽ OTT വെയിറ്റ് ചെയ്യാം. പറയാൻ പറ്റില്ല, ഓക്കെയാണ് സിനിമ. ഇപ്പൊ ഞങ്ങള് പറയണ ഒരു ആവറേജ് പടം തന്നെ. ഞാനൊരു ബിലോ ആവറേജ് ആയിട്ട് പറയുന്നത്. പക്ഷെ നിങ്ങളിപ്പോ കാരണം എനിക്ക് തോന്നിയത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് നല്ല പെടപെട സിനിമകൾ കണ്ടു കഴിഞ്ഞിട്ട് ഇത് വന്നപ്പോ ആണോ ഇത് ബിലോ ആവറേജ് ആയോ മഞ്ഞുമൽ ബോയ്സ്, നമ്മുടെ ടോവിനോന്റെ പടം അന്വേഷണം കണ്ടെത്തും, പിന്നെ കേട്ടനുസരിച്ച് പ്രേമലു ഈ 4 സിനിമ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂവീസ് ആണ്. കടകൻ കാണാൻ പറ്റിയില്ല, ബാംഗ്ലൂർ റിലീസ് ഉണ്ടായിരുന്നില്ല. അതുകൂടി കേട്ടറിവനുസരിച്ച് അതൊന്നും തിരക്കേടില്ല, നല്ലോണം ഓടുന്ന പടാ.
അല്ല എനിക്ക് തോന്നണത് ഈ ഒരു മൂവിയുടെ ഇമ്പാക്ട് നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് ഇത് കണ്ടപ്പോ നമുക്കൊരു ബിലേവറേജ് എനിക്ക് തോന്നിയതാണോ എനിക്കൊരു സംശയമുണ്ട്. അതിന്റെ ടൈമിംഗ് ശരിയായില്ലെന്ന് തോന്നുന്നു. കാരണം ഇത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമ 2024 ഇറക്കേണ്ടതല്ല. അതായത് ഈ കാസ്റ്റ് ഈ എന്താ പറയുക മേക്കപ്പും വിഷ്വൽസ് ഒക്കെ വെച്ചിട്ട് ഇറക്കാൻ 2024 അല്ലായിരുന്നു. ഇത് മുന്നായിരുന്നു, ഒരു 5 വർഷം ഒരു 10 വർഷം മുന്നേ ഇറക്കേണ്ട പടമായിരുന്നത്. പക്ഷേ നമ്മൾ ഞാൻ പറയണ പോലെ ഈ ഒരു 3-4 ഹിറ്റ് പടങ്ങളില്ല. തങ്കമണിയാണ് അതിന്റെ, തങ്കമണി ഒറ്റയ്ക്കാണ് വന്നിരുന്നെങ്കിൽ ചിലപ്പോ സംഭവം ക്ലിക്കായേനെ. കാരണം ഒരു ട്രൂ ഇവന്റ് ആണ്, അങ്ങനെ പോയേനെ. പക്ഷെ ഈ ഒരു 3-4 ഹിറ്റ് പടം കഴിഞ്ഞത് വന്നോണ്ടാണ് ഇതിന് നമ്മുടെ കഴിഞ്ഞ റിവ്യൂ നമ്മൾ പറഞ്ഞിരുന്നു മലയാളം ഫിലിം ഇൻഡസ്ട്രീന്റെ ഫേസേ മാറി അടുത്ത ലെവലിൽ പോയിരുന്നു. പക്ഷെ ഈ പടം അത്രേ ആയിട്ടില്ല. ഇവർക്ക് സ്റ്റോറി ഉണ്ടായിരുന്നു കയ്യിൽ ചെയ്യാനായിട്ട്. ആ എക്സിക്യൂഷൻ എവിടെയോ ഇത്രൂടെ ഇംപ്രൂവ് ചെയ്യായിരുന്നു. ഞാൻ പാളിന്നല്ല പറയുന്നത്, ഇംപ്രൂവ് ചെയ്യായിരുന്നു. അവർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതില് പെർഫെക്ഷൻ ഇല്ല. ഞാൻ ഫിനിഷും ഇല്ല, അങ്ങനെയല്ല, ഒരു വാക്ക് കിട്ടില്ല. അത് ഒരു കോംപ്ലിക്കേറ്റഡ് ഇതാണ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയത് അവന്റെ ഒരു റിവെഞ്ച് അവൻ പറഞ്ഞു നടക്കണത് അവൻ ആ നാടിന് വേണ്ടി ചെയ്തതാണ്. പക്ഷെ റിവെഞ്ച് അവൻ എടുത്തത് ശരിക്കും പേഴ്സണൽ ആയിട്ടുള്ള റിവെഞ്ച് ആയിട്ട് എനിക്ക് തോന്നിയത്. അതെ, യൂഷ്വലി സിനിമയിൽ ഒരു ഹീറോ വരുന്നത് എല്ലാവർക്കും വേണ്ടി, എല്ലാവരും രക്ഷകനായിട്ട് വരുന്ന ഒരാളായിരിക്കണം. പക്ഷെ ഇതില് പടം കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് തോന്നിയത് സ്വന്തം ഫാമിലിക്ക് എന്തോ കുറെ പ്രോബ്ലംസ് ഉണ്ടായി. ആ പ്രോബ്ലംസിന് പക വീട്ടി റിവെഞ്ചിന്റെ അവന്റെ ഒരു റിവെഞ്ച് ആയിട്ടാണ് തോന്നിയത്. ഡയലോഗ്സ് പറയുന്നത് നാടിന് വേണ്ടിട്ട് ചെയ്തു, അതിനു വേണ്ടി ചെയ്തു. പക്ഷെ ലിറ്ററലി അവന്റെ ഫാമിലിക്ക് എഫക്ട് ചെയ്ത കാരണം അവന് കൊണ്ടു, അവൻ റിവെഞ്ച് എടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ ലാസ്റ്റിൽ ഈ റിവെഞ്ച് ഒരു മീനിങ് ഇല്ലാത്ത പോലെ ഒരു ഫിലിം കൊണ്ട് നിർത്തിയത്. അത് നമ്മുടെ ബാക്കിൽ ആന്റിമാര് പറയുകയും ചെയ്തു, ലാസ്റ്റ് കുറച്ച് നന്നാക്കായിരുന്നു. അതെ, ലാസ്റ്റ് ഇൻട്രോയില് ഇപ്പൊ അവര് കുറെ കമന്റ് പറയണത് ഇങ്ങനെയായിരിക്കും, ഇത് അങ്ങനെയായിരിക്കും, ഇത് ഇങ്ങനെയായിരിക്കും. ലൈക്ക് എനിക്ക് തോന്നുന്നു ആന്റിമാര് വൻ ദിലീപ് ഫാൻസ് ആണെന്ന് തോന്നുന്നു. അപ്പൊ വന്നപ്പോ തന്നെ ഭയങ്കര ദിലീപിന്റെ സിനിമ അങ്ങനെ ഭയങ്കര. അപ്പൊ ഞങ്ങളും നന്നായി പ്രതീക്ഷിച്ചിട്ട് തന്നെയാട്ടോ പോയത്. കാരണം നമുക്ക് ബാന്ദ്ര കാണാൻ പറ്റിയില്ല. സോ അപ്പൊ എന്തായാലും തങ്കമണി കാണാം എന്തായാലും എന്നുള്ളതിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ആന്റിമാരെ കമന്റ്സ് കൂടെ ആയപ്പോ നമ്മൾ ഓക്കെ, പടം സെറ്റ്. ലാസ്റ്റ് സീഡ് മ്യൂസിക് ഒന്നും ഉണ്ടായിരുന്നില്ല, അവിടുത്തെ ഒരു സൈലന്റ് ആയി ഒരു ഇതായിട്ട് ഒരു സസ്പെൻസിൽ ഒരു ഇത് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കിയതാ ആ ഡയറക്ടർ. ആ സമയത്ത് ബാക്ക് ചെയ്ത കമന്റ് അവസാനം കൊണ്ട് അവസാനം ഇത്രൂടെ ബെറ്റർ ആക്കായിരുന്നു. ആ ഫീലിംഗ് ഞങ്ങൾക്ക് അടിച്ചു കേട്ടോ. അവര് ക്ലൈമാക്സ് മാറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രൂടെ ആൾക്കാര് മനസ്സിലാ സിനിമ നിന്നേനെ. കാരണം നല്ലൊരു ത്രെഡ് ഉണ്ട് അവരല്ലേ, അതിന്റെ ഒരു അത് യൂട്ടിലൈസ് ചെയ്തില്ല. അതെനിക്ക് അങ്ങനെ തോന്നി, അതന്നെ എനിക്ക് തോന്നിയത്. അത് എടുത്ത് പറയേണ്ടതായിരുന്നു. പിന്നെ കുറെ സ്ഥലത്ത് തന്നെ ഇപ്പൊ EDC-നായാലും സ്റ്റാർട്ടിങ് ഇത് നമ്മളിപ്പോ യൂഷ്വലി സിനിമയിൽ കണ്ടൊക്കെ വന്നിട്ട് ഒരാളെ കൊല്ലാൻ പോകുമ്പോ നമ്മള് സൈലന്റ് ആയിട്ട് ആരും അറിയാണ്ടിരിക്കാൻ വേണ്ടിട്ടില്ലേ കൊല്ലാൻ പോകും. ഇത് ഇപ്പൊ എല്ലാരും ഉള്ള സമയത്ത് ഇത് ഇങ്ങൊരു നമ്മുടെ നായകൻ കൊല്ലാൻ പോവാ ഒരാളിനെ. ആ സമയത്ത് ജനലിന്റെ അവിടെ പൊട്ടുന്നു, ഇവിടെ പൊട്ടുന്നു, അവിടെ പൊട്ടുന്നു, എല്ലാരും അറിയിച്ചിട്ടാണ് കൊല്ലാൻ പോണത്. അതെനിക്ക് എന്തിനാ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കും കുറച്ച് പറയാനുണ്ട്. അതില് പോലീസ് ഓഫീസർ വരുന്നു, കള്ളനെ കാണുന്നു, ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു, കണ്ണ് കയ്യിലുണ്ട്, ഷൂട്ട് ചെയ്യണില്ല, ആള് പകച്ചിരിക്കുക. എന്താ സംഭവിച്ചത്? കൊല കണ്ട വശം പോലീസ് ഫ്രീസ് ആയി പോയി. പോലീസുകാർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത എങ്ങനെയാണ് ഇത് കമ്മീഷണർ ആയെന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. പിന്നെ അതല്ല, ദിലീപിന്റെ ഒരു ഏജ്ഡ് ആയിട്ടുള്ളൊരു ലുക്കിലാണ് ആ കുറെ സീൻസ് വരുന്നത്. അപ്പൊ ഈ ഏജ്ഡ് ആയിട്ടുള്ള ആളെ ഇത്രയും യൂത്ത് ആയിട്ടുള്ള പോലീസുമാർക്ക് ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ എനിക്ക് നമ്മള് യൂഷ്വലി കേട്ടേക്കുന്നത് നമ്മുടെ മമ്മൂട്ടിന്റെ പടം ഏതായിരുന്നു? കണ്ണൂർ സ്ക്വാഡ് പറയുന്നത് ഞങ്ങൾക്ക് ഗണ്ണ് കൊണ്ടടക്കാൻ പറ്റില്ല, പെർമിഷൻ ഇല്ലാന്ന്. എന്തെങ്കിലും ആവട്ടെ, ഒരു എന്താ സീരിയൽ കില്ലറിനെ വരെ പറയുന്നതില് സീരിയൽ കില്ലർ വരുമ്പോ അറ്റ്ലീസ്റ്റ് നമുക്ക് കാൽമിലേക്ക് വേടി വെച്ചോടെ. ഇത്ര പോലീസ് ഉണ്ട്, അവിടെ ഫൈറ്റ് നടക്കുന്നു, എല്ലാം നടക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ മെയിൻ കമ്മീഷണർ ഫ്രീസ് ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ദിലീപ് എസ്കേപ്പ് വന്നു, കുറെ ആൾക്കാർ വന്ന് പിടിക്കാൻ നോക്കുന്നു, പറ്റുന്നില്ല. ലാസ്റ്റ് ഈ കമ്മീഷണർ വന്നിട്ട് ഷൂട്ട് ചെയ്യുന്നു, കാൽമിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. അതിന്റെ മെയിൻ എന്ന് പറയുന്നത് ഒരു വൃദ്ധനായ മനുഷ്യനെ ഒരു 3-4 യുവാക്കൾക്ക് കൂടി പിടിക്കാൻ പറ്റുന്നില്ല. ഇത് ട്വിസ്റ്റ് എന്നിട്ടാ ഞങ്ങൾ പറയാൻ കാരണം എന്നിട്ടാ, ഇതൊരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിയുമ്പോ തിരിച്ചു ഇതുപോലത്തെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. അതിൽ അടിച്ച് നിരത്തി, അതായത് ഗുണ്ട പോലീസ് കേട്ടാ, അതായത് സെക്യൂരിറ്റി അല്ല, ശരിക്കും പിടിക്കാൻ പോണ നല്ല മസിൽമാര് പോലീസൊക്കെ അടിച്ച് നിരത്തി ആളെ എസ്കേപ്പ് ആവുന്നു. ഈ വൃദ്ധനായ മനുഷ്യൻ ഈ പോലീസിന്റെ ഗുണ്ടകളെ അടിച്ചിടുന്നു, രക്ഷപ്പെട്ടു. അത് നമ്മുടെ കമ്മീഷണർ വന്നിട്ട് തിരിച്ച് ഫ്രീസ് ആയിട്ട് നിൽക്കുന്നത്, കള്ളൻ ചാടിപ്പോയി.
സോ ഇതൊക്കെയാണ് സീനുകൾ. ഇതൊക്കെയാ അതന്നെ. ഇപ്പോഴും നമ്മൾ കഥ പറഞ്ഞിട്ടില്ല കേട്ടോ, അത് ഞങ്ങള് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കഥ പറയില്ല ഞങ്ങള്, പക്ഷെ സീനുകൾ ഇങ്ങനെയൊക്കെയാണ്. സമ്മറൈസ് ചെയ്യണേ എത്ര ഉള്ളൂ. നിങ്ങൾക്ക് ഡൈ ഹാർഡ് ഫാൻ ആണെങ്കിൽ ഒബ്വിയസ്ലി പോയി കണ്ടോ. ഒബ്വിയസ്ലി ഡൈ ഹാർഡ് ഫാൻസ് മാത്രല്ല, ഇപ്പൊ തങ്കമണിനെ കുറിച്ച് അറിയണം, അതേ സൗണ്ട് എഫക്ട്സിൽ നമുക്ക് കേൾക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണാം. കാണുക. അല്ല, സ്റ്റോറി അറിയണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോറി ടെല്ലേഴ്സ് കുറെ പേര് ഇതിന്റെ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്, അത് കണ്ടാലും മതി. സ്റ്റോറി അങ്ങനെ കണ്ടാലും മതി. യെസ്, ഒരു മസ്റ്റ് വാച്ച് മൂവി ആണെന്ന് ചോദിച്ചാൽ ഞങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായം അല്ല, OTT വന്നാൽ കണ്ടാൽ മതി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി OTT വന്ന് നിങ്ങൾ കാണാം. ഇത് OTT വന്നിട്ട് കണ്ടേ തീരുന്നുള്ള സിറ്റുവേഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പിന്നെ ഇത് ഫിലിം മേക്കേഴ്സുള്ള അഭിപ്രായം ഞങ്ങളെല്ലാം പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നല്ലൊരു സാധനം ഉണ്ടായിരുന്നു, നല്ല ത്രെഡ് ഉണ്ടായിരുന്നു, നല്ല പോസിബിലിറ്റീസ്, നിങ്ങൾക്ക് കുറെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഇത് ഏരിയ ഉണ്ടായിരുന്നു, അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തില്ല എന്നേ പറയുള്ളൂ. ഇത് പടം ഓടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി മേ ബി 1 or 2 weeks തിയേറ്ററിൽ നല്ലോണം കുഴപ്പമില്ലാണ്ട് ഓടാം. കാരണം ആൾക്കാർ എന്തെങ്കിലും ട്രൈ ചെയ്യാനായിട്ട് വരും. കാരണം ഞങ്ങളുടെ കേസ് എടുത്ത് നോക്കുമ്പോൾ മലയാളത്തിൽ ഇനി കാണാനുള്ള പടമില്ല, കട ഞങ്ങളുടെ ഏരിയയിൽ ഇറങ്ങിയിട്ടില്ല. മലയാളപ്പടം കാണാനുള്ള കൊതി കൊണ്ട് ഞങ്ങൾ പോയതാണ്. എല്ലാ പടങ്ങളും ഇറങ്ങിയ പടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ കണ്ടു, ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഈ സെയിം സിറ്റുവേഷൻ ആണെങ്കിൽ ഒബ്വിയസ്ലി കാണാം. എനിക്ക് പേഴ്സണലി വർക്കായില്ല. സോ എല്ലാവർക്കും ഡിഫറെന്റ് എന്റെ ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, താരക്കേടില്ല എന്ന് പറയാം. കാരണം അവര് എഫേർട്ട് ഇട്ടിട്ടുണ്ട്, നല്ലോണം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രൂടി എഫേർട്ട് ഇട്ടാ ഇത്രൂടി ബെറ്റർ ആക്കായിരുന്നു. നിങ്ങളുടെ സ്ക്രിപ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പിടിക്കാനേ. എനിക്ക് തോന്നി, ഞങ്ങള് സിനിമ കാണാൻ പോയ തിയേറ്ററിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ കമന്റും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം സിനിമയ്ക്ക് ഒരു ലാഗ് എനിക്ക് ഫീൽ ചെയ്തില്ല. അങ്ങനത്തെ നല്ല കമന്റ് അടിക്കുന്ന ടീമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ലാഗ് ഫീൽ ചെയ്യില്ല. കാരണം ആൾക്കാർക്ക് മടുത്ത ആരെങ്കിലും അവിടെ ഇവിടുന്നൊക്കെ എന്തെങ്കിലും കമന്റ് അടിക്കുമ്പോ അപ്പൊ നമ്മൾ മാത്രമല്ലേ ഇങ്ങനെ ചിന്തിക്കുന്നത്. ആക്ച്വലി ഞങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അയ്യോ നമുക്ക് മാത്രമാണോ സിനിമ ഇഷ്ടമാങ്ങിയത്, ഓരോരുത്തരുടെ ഇത് വേറെ വേറെ ആണല്ലോ. നോക്കുമ്പോ നമ്മുടെ ചുറ്റുള്ളവരും ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. താല്പര്യമുള്ളവർ പോയി കാണാം. ഏറ്റവും കൂടുതൽ റിവ്യൂ ചെയ്തേക്കുന്നത്, ഏറ്റവും കൂടുതൽ ഡ്യൂറേഷൻ എടുത്തേക്കുന്നത് റിവ്യൂ ചെയ്യാനായിട്ട് അത്രയും പറയാനുണ്ടായിരുന്നു. കാരണം ഓരോ സീൻസും ഞങ്ങൾ അത്രയും വാച്ച് ചെയ്തു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപിന്റെ മൂവികൾ എല്ലാരും അടിച്ചു താഴ്ത്തുകയാണ്, എല്ലാ റിവ്യൂവേഴ്സും അതിനെതിരെ സംസാരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് നിങ്ങളുടെ ഹോണസ്റ്റ് റിവ്യൂ പറയണം, നിങ്ങൾ എങ്ങനെ സംസാരിക്കണം, നിങ്ങളുടെ ആരും ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നിങ്ങൾ പറയാൻ പാടില്ല എന്നൊക്കെ. നമുക്ക് ആരും കാശ് തരുന്നില്ല, ഞങ്ങളുടെ കാശ് പോയി. അതെ, അങ്ങനെ എടുത്തു പറയില്ല, അത് മോശമാണ്. കാശ് ഞങ്ങള് റിവ്യൂ ചെയ്യേണ്ട ഇതേ സിറ്റുവേഷൻ ഞങ്ങൾക്ക് കാണേണ്ടി വന്നു. ഞങ്ങൾ അതിന്റെ റിവ്യൂ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഞങ്ങളെല്ലാ മൂവീസിനും ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ പറയാനാണ് ചെയ്യാറ്. സോ ബാക്കി എല്ലാ മൂവീസിനും ഞങ്ങൾക്ക് ഒരു 3-4 മിനിറ്റിൽ ഞങ്ങൾ റിവ്യൂ പറഞ്ഞ് അവസാനിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ മൂവി കുറച്ച് ലാഗ് ചെയ്ത് മീൻസ് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ ഞങ്ങൾക്ക് തോന്നി. കുറച്ചും കൂടി ഞങ്ങളുടെ ശരിക്കും പറയുകയാണെങ്കിൽ എന്താ പറയാ, ആരെങ്കിലും ഫുൾ ഒപ്പീനിയൻ പറയണം, എന്നാലാണ്. ഞങ്ങളിങ്ങനെ സീൻ ബൈ സീൻ ഒരു മൂവിക്ക് റിവ്യൂ പറയാറില്ല. ബട്ട് ഈ മൂവി എന്തോ ഞങ്ങൾക്ക് അങ്ങനെ പറയാനാണ് തോന്നുന്നത്. സോ ഞങ്ങളങ്ങനെ പറയുന്നു. അപ്പോൾ ഇനി കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ പോയി കാണുക. ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾ ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ല, അവർ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, അങ്ങനത്തെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.